അസ്സലാമു അലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ടൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി, ലഞ്ച് ബോക്സും ഇതൊക്കെ നോക്കാം അല്ലേ. അങ്ങനെ എൻ്റെ ഐഫോണിൽ ഗ്രീൻ ലൈന് വീണിരിക്കുന്നു. എനിക്കത് കണ്ടിട്ട് ഭയങ്കര സങ്കടമായിട്ട് ഇരിക്കുക കേട്ടോ ഞാൻ. പക്ഷേ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ മൈജിയിലൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞാനങ്ങനെ അപ്ഡേറ്റ് ചെയ്യുന്ന ആളൊന്നും അല്ല കേട്ടോ. കാരണം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ലൈന് വീഴുന്നു പറയണ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാനങ്ങനെ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ കണ്ടപ്പോൾ നെഞ്ചിങ്ങനെ തകർന്ന് തരിപ്പണമായി പോയി കുട്ടികളെ. എന്താ ചെയ്യാലോ ഇനി. നോക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്ത് സെറ്റാക്കണം. 2, 3, 4 എൻ്റെ താത്താനോടും അനിയത്തിനോടൊക്കെ പറഞ്ഞപ്പോൾ നിൻ്റെ ഫോണിൽ മാത്രം എന്താ എപ്പോഴും ഇങ്ങനെ ലൈന് വീണുകൊണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം എൻ്റെ OnePlusലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ഇതാ ഇപ്പോൾ ഐഫോണിൽ ഇതുവരെ വന്നിട്ടില്ല വരൂല എന്നൊക്കെ നമ്മളിങ്ങനെ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. പക്ഷേ വന്നുപോയി. ശരിയാക്കാം. അങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ചു. ഈ സമയത്തൊന്നുമില്ല കേട്ടോ, ഈവനിങ് ടൈമിലാണ്. ഈവനിങ് ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ട ശേഷമുണ്ട് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഒരു പച്ച കളർ ഇങ്ങനെ കത്തണു. ഇതിപ്പോൾ എന്താണ് എന്നും പറഞ്ഞ് നോക്കുമ്പോൾ ഒരു പച്ച ലൈന്. മതിയില്ലേ പഠിച്ചോനെ, നമ്മുടെ ചങ്ക് ഇങ്ങനെ പൊട്ടി പോകാൻ അത് മതിയില്ലേ. അങ്ങനെ ഞാൻ വേഗം തുണിയൊക്കെ വാഷിങ്ങിന് ഇട്ടു. ഇനിയിപ്പോൾ അതും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടല്ലേ, നിങ്ങൾക്ക് ബോറടിക്കും. നമുക്ക് കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കാം കേട്ടോ. ഹായ് ജിനിക്കുട്ടി എന്ന് പറയുന്നുണ്ട്. ഹായ്. 10 കിലോൻ്റെ ആട്ടയാണ് കേട്ടോ ഇപ്രാവശ്യം എടുത്തത്. ഇതിനായിരുന്നു ഓഫർ. അപ്പം നമ്മളിത് എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ ഇവിടെ എത്ര ആട്ട ഉണ്ടെങ്കിലും, ഗോതമ്പ് പൊടി കേട്ടോ, ആട്ട ഉണ്ടെങ്കിലും എന്താ പറയുക, തീരില്ല എന്നുള്ളൊരു വിഷമമില്ല. അപ്പം ഞാൻ ഇങ്ങനെ കംപ്ലീറ്റ് ഓപ്പൺ ആക്കി ഇതുപോലെ ഒരു ബക്കറ്റിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനും ക്ലോസ് ചെയ്ത് വെക്കാനൊക്കെ ഈസി ആയിരിക്കുമല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കടലക്കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കിയത് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വേഗം ആട്ട ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. പുഴുക്കളോ വേറെ സംഭവങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അവിടെ ഞാൻ എന്തോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഇങ്ങനെ നോക്കി ഇങ്ങനെ ആട്ട കുഴച്ചുകൊണ്ടിരിക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് സമയം പോകും. ചപ്പാത്തി മാവ് കുഴയ്ക്കുന്നത് അറിയത്തുമില്ല. സുഖാണോ ജിനി ചോദിക്കുന്നുണ്ട്. സുഖാണോ ജിനി? ഹായ് അടിപൊളി. ഞാൻ പറഞ്ഞത് കറക്റ്റ്. അതായത് സിലിണ്ടർ അല്ലേ വന്നത്. ഇന്നലെ ഞാൻ 7 മിനിറ്റിലൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നില്ല, അതിന് ആൻസർ ആ കുട്ടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം മനസ്സിലായി കാണും. ഞാൻ ഇത്രയും കാലം ഇങ്ങനെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്നത് ആ ഒരു സംഭവം ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ന്യൂഡിൽസിൻ്റെത് വാങ്ങിച്ചിട്ട് മോനിക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇതുപോലെ 2 ഇതെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ചിക്കനും വെജിറ്റബിളൊക്കെ ആഡ് ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അന്ന് ഞാൻ ഇച്ചിരി ന്യൂഡിൽസ് കഴിക്കും എന്ന് പറയുന്ന പോലെ ഞാൻ മേ ബി കഴിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളിതാ മസാലയൊക്കെ അതിലേക്ക് പൊട്ടിച്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ 2 ഒരു റൗണ്ട് ആക്കിയിട്ടുണ്ട്. പ്ലാസ്റ്റിക് ഇതൊക്കെ ഞാനൊരു ആ ഒരു ഭാഗത്തൊരു ചാക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ കൊണ്ടുപോയിടും. പിന്നെ ഇതാ വേഗം നമ്മൾ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇച്ചിരി ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പാക്ക് എന്താണ് വരുമാന മാർഗം ഒന്നും തോന്നണ്ട കേട്ടോ, ചുമ്മാ ചോദിക്കുവാണ് എന്ന് ചോദിക്കുന്നുണ്ട്. ഉപ്പ എയർഫോഴ്സിലായിരുന്നു കേട്ടോ. ഉപ്പ കംപ്ലീറ്റ് എയർഫോഴ്സിലെ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു. എല്ലാം, അതായത് അവിടുന്ന് സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയ മനുഷ്യനാണ്. അതായത് ലാസ്റ്റ് മണിക്കൂർ പോലും എയർഫോഴ്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇറങ്ങിയ ആളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രയെന്നൊന്നും ചോദിക്കരുത്, നമ്മുടെ ഏജും പിന്നെ ഇതൊന്നും പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത്യാവശ്യം എന്താ പറയുക, ഈ സ്റ്റാറും ഇതൊക്കെ ഉണ്ട്, റാങ്ക്, അതൊക്കെ ഭയങ്കര ഹൈ ലെവലായിരുന്നു മൂപ്പര്. ഞാൻ അതിൻ്റെ ഇത് കാണിക്കാം കേട്ടോ. ഞാൻ ഷോക്കേസിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വ്ളോഗിൽ കാണിക്കാം. ആ ഒരു യൂണിഫോമിൻ്റെ ഇവിടെ ഇങ്ങനെ തൂക്കിയിടില്ലേ കുറേ സാധനങ്ങൾ, അത് ഞാൻ കണ്ടപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഭൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴച്ചെടുക്കുകയാണ്. ഓരോ ഉരുളകളാക്കിയിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉപ്പാൻ്റെ വരുമാന മാർഗം പെൻഷനുണ്ട്. എയർഫോഴ്സിൽ മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു. പിന്നെ 1 കപ്പ് പുട്ടുപൊടിക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് അടച്ചു വെച്ചാൽ പിന്നെ കുഴച്ച് പുട്ടുണ്ടാക്കിയാൽ മതി.
അടിപൊളിയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 1 കപ്പിന് 1 കപ്പ് വെള്ളം. ഇനി അങ്ങനെ ചെയ്യാം. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ അത് നിറച്ച് അങ്ങോട്ട് ഒഴിക്കും. അപ്പോൾ പിന്നെ വന്ന് നോക്കുമ്പോഴേക്കും അത് കുതിർന്നിട്ടുണ്ടാവും. ഞാൻ ഏകദേശം ആ ഒരു കണക്കിൽ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നെ ഹലോ ജിനി ജിമ്മിൽ പോകാറുണ്ടോ? പോകാറുണ്ട് മുത്തേ. പിന്നെ വെള്ളം ഇരുന്ന് കുടിക്കണം. ജിനി പറഞ്ഞതിനൊന്നും തോന്നരുത്. എനിക്കറിയാം മുത്തേ, വെള്ളം ഇരുന്ന് കുടിക്കണം. പക്ഷെ നമ്മൾ ഓരോരോ പണിത്തിരക്കിൻ്റെ ഇടയിലൊക്കെ അറിയാണ്ട് അങ്ങ് എടുത്ത് കുടിക്കുമല്ലോ. പിന്നെ ഗ്യാസ് സിലിണ്ടർ കിട്ടിക്കാണും. അതേ മുത്തേ, ഗ്യാസ് സിലിണ്ടർ കിട്ടി. ഭയങ്കര ആശ്വാസമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഇത് കഴിയണ വരെ നമുക്ക് ഇതുണ്ടല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെ ഞാൻ പൂരി ഉണ്ടാക്കുകയാണ്. പിന്നെ വേറെ എന്താ മോനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ പൂരി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ വേഗം പോയിട്ട് 3/4 മണിക്കൂർ നടക്കണോ ജിനി നീ? എന്നാൽ പിന്നെ ജിമ്മ് 3/4 മണിക്കൂറല്ല, 3/4 കിലോമീറ്റർ. മനസ്സിലായോ? 3/4 കിലോമീറ്റർ, മണിക്കൂറല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ജിമ്മിൽ പോവോ? വല്ലാത്തൊരു കഷ്ടമാണ്. 3/4 മണിക്കൂർ നടക്കുകയാണെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഞാൻ അങ്ങനെയാണോ പറഞ്ഞത്? ഒന്ന് ശരിക്കും നോക്കിക്കൂടെ? അങ്ങനെ ഞാൻ ഇന്നലത്തെ കടലക്കറി ഞാൻ 2 ദിവസത്തിന് ചേർത്തി വെച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായി ഒന്ന് തിളപ്പിച്ചിട്ട് ഇതുപോലെ ആക്കിയെടുക്കുന്നുണ്ട്. അവനക്ക് പൂരി ആക്കിയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഒരു 6-7 പൂരി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലഞ്ച് ബോക്സിലേക്ക് കഴിക്കാൻ ഞാൻ നൂഡിൽസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ലഞ്ച് ബോക്സൊക്കെ ഒന്ന് കെട്ടി കൊടുത്ത് ഇനി നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എഗ്ഗ് പുഴുങ്ങാൻ വെക്കണം. ഉമ്മാക്കും ഉപ്പാക്കും റിഹാനിക്കും ഇത് മതി എന്ന് തന്നെ പറഞ്ഞു. ഞാൻ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ കടലക്കറിയുടെ റെസിപ്പി ഒന്നുകൂടെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം കൂടെ അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉപ്പിട്ടിട്ട് ഇതൊക്കെ അങ്ങോട്ട് വഴറ്റിയെടുക്കണം. ഞാൻ ബീഫ് മസാലയല്ല, ഇറച്ചി മസാല വെച്ചിട്ടാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത്. 1 സ്പൂണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് ഇറച്ചി മസാല മാത്രം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിക്കാം. പിന്നെ ഇച്ചിരി കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂണ്, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂണോളം നമ്മുടെ ബീഫ് മസാല കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് കുതിർത്തിയ കടല അങ്ങ് ഇട്ട് കൊടുക്കുക. എനിക്ക് വൈറ്റ് കടല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിനേക്കാളും. പക്ഷെ നമ്മൾ രണ്ടും മേടിക്കും കേട്ടോ. അങ്ങനെ ഇത് വെച്ചിട്ട് ചുണ്ടലൊക്കെ ഉണ്ടാക്കണ ഇഷ്ടമാണ്, സാലഡ് ഉണ്ടാക്കണ ഇഷ്ടമാണ്. വെയിറ്റ് ലോസ് റെസിപ്പിയാണല്ലോ സാലഡൊക്കെ. എപ്പോഴെങ്കിലും ഉണ്ടാക്കുമ്പോൾ കാണിക്കുക കേട്ടോ. ഇനി മസാലയ്ക്ക് എല്ലാ കടലയിലും ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈസി കുക്കിലാണ് വെച്ചത്. ഒരു 6-7 വിസിലെങ്കിലും അടുപ്പിക്കേണ്ടി വന്നു കേട്ടോ. അപ്പോഴേ ഉള്ളൂ നമ്മുടെ ഈസി കുക്കിൽ കറക്റ്റായി വേവുള്ളൂ. അതുപോലെ തന്നെ ചോറ് ഈസി കുക്കിൽ വെക്കുമ്പോൾ ഇതുപോലെ ഒരു 6-7 വിസിലൊക്കെ വെക്കേണ്ടി വരാറുണ്ട് കേട്ടോ ചോറ് വയ്ക്കുമ്പോഴും. അപ്പം ഞാൻ അതിനനുസരിച്ചിട്ടാണ് വെക്കാറുള്ളത്. അങ്ങനെ നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. കടലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് ലഞ്ച് ബോക്സിൽ പാക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് കഴിക്കാനും എടുക്കാമല്ലോ. ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ ജസ്റ്റ് റെസിപ്പി ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കഴിക്കാനെടുക്കുമ്പോൾ പിന്നെ ഇതുപോലത്തെ ഒരു ബൗളിലാക്കിയിട്ട് എടുത്തു കഴിഞ്ഞാൽ പകുതി നമുക്ക് അങ്ങനെ മാറ്റിയും വെക്കാം. എല്ലാം കൂടി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസത്തിന് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരനുസരിച്ചിരിക്കും അത്. അപ്പോൾ എന്തായാലും അതൊക്കെ സെറ്റായി. കുറച്ചധികം പാത്രം കഴുകാനുണ്ടായിരുന്നു. വേഗം പോയി പാത്രമൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പരിപാടികളുണ്ട്. അതിന് മുമ്പ് FBയിൽ വെറും 3 കമൻറ്റേ ഉള്ളൂ. ഭയങ്കര മോശം കേട്ടോ. ജിനി നൈറ്റ് വരെ ഉള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത് ഇടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ശരിക്കും ഒരു 50 മിനിറ്റൊക്കെ വരും. കാണാനും ഒക്കെ ആണെങ്കിൽ ഞാൻ ഇടാം. അത് ഞാൻ ഒരു ദിവസം പ്ലാൻ ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. കാരണം ഭയങ്കര ഹെവി ടാസ്ക് ആയിരിക്കും. നൈറ്റ് വരെയൊക്കെ എടുക്കണമെങ്കിൽ ജിമ്മിൽ പോകണം, വർക്കൗട്ട് ചെയ്യേണ്ടത്, പിന്നെ ഇവിടെ വന്നിട്ട് ഡിന്നർ ഉണ്ടാക്കേണ്ടത്, അത് ഇത് കടുപിടുന്ന് അരിപ്പോവും. കടുകിനെ പൊട്ടിത്തെറിക്കണ പോലെ ആയിപ്പോട്ടെ. ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ. അങ്ങനെ ഒരു 50-60 മിനിറ്റിൻ്റെ വീഡിയോ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 3 ദിവസത്തിന് വീഡിയോ ഉണ്ടാവില്ല കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇത്രയും നമുക്ക് കത്തി വയ്ക്കണ്ടേ ഇതിൻ്റെ ഉള്ളിലിരുന്നിട്ട്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ക്ലാപ്പും തംസപ്പും ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ FBയിൽ. പക്ഷേ അതുമാത്രം പോരാ. ഇനിയും കുറേ കമൻറ്റ് വേണം. ഭയങ്കര വിഷമമുണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ വല്ല കമൻറ്റും ഉണ്ടോ നോക്കട്ടെ. കറക്റ്റ് കുറേ ക്ലാപ്പ് ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കമൻറ്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്നലത്തെ വ്ളോഗ് നമുക്ക് അത്യാവശ്യം റീച്ച് ആയിട്ടുണ്ട്. സൂപ്പർ വീഡിയോ ജിനി എന്ന് പറയുന്നുണ്ട്. പിന്നെ
ഡ്രസ്സ് സൂപ്പറാണ്, വെയിറ്റ് എത്ര പറഞ്ഞല്ലോ ഞാൻ, അത് ഇന്നലത്തെയും പറഞ്ഞിട്ടുണ്ട്. നല്ല വർത്താനം പറയുന്നുണ്ട്. താങ്ക് യു. അങ്ങനെ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ആക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് അടിച്ച് വാരിയെടുക്കണം. ഇനി നമ്മുടെ യൂട്യൂബിലുണ്ടോ നോക്കട്ടെ. ബാഗ് കാണാൻ നല്ല ഭംഗിയുണ്ട് പറയുന്നുണ്ട്. അത് ലുലുവിൻ്റെ തന്നെ ബ്രാൻഡാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മുടെ കഹാനിയിൽ 5XL സൈസ് ഉണ്ടോ, ഓൺലൈനിൽ നിന്ന് വാങ്ങിക്കാനാണെന്ന് പറയുന്നുണ്ട്. 5XL ഇല്ല കേട്ടോ, 3XL വരെ ഉള്ളൂ. പിന്നെ നമ്മുടെ കഹാനിയിൽ നമ്മൾ ഓഫർ ഇടുന്നുണ്ട്. എന്നാ ഇടുന്നതെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഒരു ഓഫർ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെന്താണ്, ഭയങ്കര രസമാണ് കുക്കിംഗ് കാണാൻ പറയുന്നുണ്ട്. പിന്നെ കുറേ അടിപൊളി ഓഫർ, ബാഗ് ഭംഗിയുണ്ട്, അങ്ങനെ പല പല കമൻസും നമുക്ക് വന്നിട്ടുണ്ട്. ഞാൻ കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിന് സമയമായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത ഒരു പ്രാവശ്യം ചേച്ചിമാരെ വിളിക്കും. ഒരുപാട് ഹെവി ആകുമ്പോഴാണ് നമ്മൾ ചേച്ചിമാരെ വിളിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ ചെയ്തു പോകും. അങ്ങനെ ചെയ്തു പോകേണ്ട ഒരു അവസ്ഥ ആയിട്ടുണ്ട്. അതിന് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുക്കിംഗ് കുറച്ച് ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ്. അയ്യോ, ഫോണിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരുന്നുണ്ട്, അതൊന്ന് സൈലൻ്റ് ആക്കട്ടെ. എൻ്റെ കെട്ടിയ റീൽ അയച്ചതാണ്. മൂപ്പര് എനിക്ക് റീൽ അയക്കും, ഞാൻ മൂപ്പർക്ക് അയക്കും. അങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാനിവിടെ എഗ്ഗ് ഒന്ന് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ പീൽ ചെയ്തെടുത്തപ്പോഴാണ് എഗ്ഗ് കംപ്ലീറ്റ് വെന്തിട്ടില്ല എന്ന് മനസ്സിലായത്. ചില ഭാഗത്ത് ഇങ്ങനെ ആ യെല്ലോ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് അങ്ങനത്തെ എഗ്ഗ് വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ എൻ്റെ മകൻ കഴിക്കും, പിന്നെ ഉമ്മ ഉപ്പ കഴിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതായിരുന്നു. വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്, അതിലോട്ട് ഞാൻ കടല എടുത്തിട്ടുണ്ട്, ഒരു എഗ്ഗ് എടുത്തിട്ടുണ്ട്, ഒരു റോബസ്റ്റയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് എനർജി കമ്മിയുള്ള പോലെ തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ചു. വീറ്റ് ബ്രെഡിൽ കാപ്സ് ഉണ്ട്, പിന്നെ പ്രോട്ടീന് ആയിട്ട് എഗ്ഗും ഉണ്ട്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ പോലെ കടലയുണ്ട്. പിന്നെ നമ്മുടെ റോബസ്റ്റിൽ എനിക്ക് തോന്നുന്നു കാപ്സ് ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. ഉമ്മാക്കും ഉപ്പാക്കും റിഹാൻക്കും ഒക്കെ കഴിക്കാനും കൊടുത്ത് ഞാനിതാ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഭയങ്കര ഈസി ആയിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഫിഷ് കാളാഞ്ചി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നില്ലേ, അത് ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ ചായ ഇവിടെ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു കളറാകുമ്പോഴാട്ടോ നമ്മൾ ചായ എടുക്കേണ്ടത്, പ്രത്യേകിച്ച് താജ്മഹൽ ആകുമ്പോൾ. എന്നാലേ അതിൻ്റെ ആ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് അതിലോട്ട് ഇറങ്ങിയിട്ടുണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ചായ എല്ലാം കുടിച്ചിട്ട് ഇനി ബാക്കിയുള്ള പരിപാടികളൊക്കെ നോക്കണം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട്. സുഖമായിട്ട് പോകുന്നുണ്ട് മക്കളെ. ലുലുവിൽ വെച്ച് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു. സന്തോഷം എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇന്നലെ വായിച്ചു എന്നാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ പുട്ടുപൊടിക്ക് പകരം അരിപ്പൊടി യൂസ് ചെയ്താൽ ദോശയും ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിൻ്റെ പുറത്ത് ഞാൻ ഉണ്ടാക്കി അതിന് വോയിസ് ഓവർ കൊടുത്തപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. അപ്പോൾ അതിൽ കുറേ കമൻറ്റ്സ് വന്നു. അയ്യേ, ഇത് ഇപ്പം കാണുന്നേ ഉള്ളൂ, ഇപ്പം അറിയുന്നേ ഉള്ളൂ, ഞാനപ്പോൾ കാണുന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? ഞാനപ്പോൾ കാണുന്ന കാര്യം അപ്പം തന്നെയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പാത്രങ്ങൾ കുറേ കഴുകാനുണ്ടായിരുന്നു. പൊടികൾ ഇട്ട് വെക്കുന്ന ഡബ്ബകളും കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയാണ്ട് കമഴ്ത്തി വെച്ചേക്കുവാണ്. ഇനി അതിലോട്ട് നമുക്ക് നിറക്കണം. പിന്നെ രണ്ടാമത്തെ വാഷിങ്ങിന് ഇടാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നാമത്തെ വാഷിങ്ങിൻ്റെ ഡ്രസ്സ് ഉമ്മ ഉണങ്ങാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മളിതാ ഫ്രഷ്നറും അതുപോലെ സോപ്പിൻ്റെ ലിക്വിഡും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിഷിനെ ഒന്ന് പുറത്തിറക്കണം. അതിന് മുമ്പായിട്ട് ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ കൊണ്ടുവയ്ക്കണം. അതായത് സംഗതി പാലും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ ഒന്ന് കൊണ്ടുവന്ന് വെക്കുകയാണ്. ഇനി ഇതടച്ച് നമ്മൾക്ക് നെക്സ്റ്റ് ഡോറ് തുറന്ന് ഞാൻ ഫിഷ് എടുത്തു അല്ലേ, കൊണ്ടുപോയിട്ട് ഐസ് ഉണ്ടായിരുന്നു, അതൊന്ന് കളയാൻ ഞാനൊന്ന് പുറത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ, വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് മോരുകറി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനിവിടെ വലിയുള്ളിയും തക്കാളി, പച്ചമുളക്, കുമ്പളങ്ങ ഒക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളത്തോടു കൂടി അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുക്കറിൽ അരി ഇട്ടിട്ട് ചോറ് ഞാൻ ഈസി കുക്കിൽ വെക്കുകയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ
എന്താ പറയുക, വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു സ്പൂൺ ഇങ്ങനെ നീട്ടി വെക്കും. അതാവുമ്പോൾ നമുക്ക് വിസിലടിക്കുമ്പോൾ പുറത്ത് പോകില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എനിക്ക് എക്സ്പീരിയൻസും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് അങ്ങനെ ആക്കിയത്. അങ്ങനെ നമ്മുടെ ചോറിന് വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ ഈസി കുക്കിൽ കുക്കറിൻ്റെ ഓപ്ഷൻ എടുത്തിട്ട് അതിൽ കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അങ്ങനത്തെയൊക്കെ സെറ്റാക്കി എടുക്കണം. മോന് പൊളിക്കാൻ വേണ്ടി പോയേക്കുവാണ്. ഞാൻ അപ്പോഴേക്കും ഉപ്പേരിക്ക് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഇത് നമ്മുടെ ചോപ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു ശരിയാവില്ല. ഈ ബീൻസ്, കൊത്തവര, പയർ ഇങ്ങനത്തെയൊക്കെ നമുക്ക് ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു ഷേപ്പ് കിട്ടൂല. അങ്ങനെ വലിയുള്ളിയും പിന്നെ പച്ചമുളകൊക്കെ മുറിച്ച്, ബീൻസ് മുറിച്ച്, ഞാൻ എൻ്റെ ഉപ്പേരിയിൽ വലിയുള്ളി ഇടാറുണ്ട്. എനിക്കൊരു ദിവസം ഒരു മൂന്നല്ല ഉപ്പേരിക്ക് കറിക്ക് തന്നെ വേണം 2 വലിയുള്ളി. പിന്നെ മസാല കൂട്ടാൻ ഉണ്ടാക്കുമ്പോൾ ഒരു 4 എണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരു 1/2 കിലോ വലിയുള്ളി അല്ലെങ്കിൽ 1 കിലോൻ്റെ അടുത്ത് എനിക്ക് ഒരു ദിവസം തന്നെ വേണം. അങ്ങനെ നമ്മുടെ ഉപ്പേരി വേവിക്കാൻ വേണ്ടി വെച്ചിരുന്നു. തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മോര് കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയും ജീരകവും അതുപോലെ തൈരും കൂടെ നന്നായിട്ട് അരച്ച് കൊണ്ടുവരുന്നുണ്ട്. മോര് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ മോര് കറി വേവിക്കാൻ വെച്ചപ്പോൾ അതിലോട്ടൊരു 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. ഇനി ഇത് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. കടുക്, കറിവേപ്പില, ചുവന്ന മുളക്, ഉലുവ ഇട്ട് പൊട്ടിച്ച ശേഷം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാ തിളച്ചിങ്ങനെ വന്നിട്ടുണ്ട്. ഇത് 2 ദിവസം ഉണ്ടാവും കേട്ടോ നമുക്ക് ആ മോര് കറി. മോര് കറി പിന്നെ 2 ദിവസമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. ടേസ്റ്റ് തന്നെയാണ് അല്ലേ. മോര് കറി, ഫിഷ് കറി, വറുത്തരച്ച സാമ്പാർ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. 2 ദിവസം കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല അവിടെ. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് കാളാഞ്ചിയിൽ കുറച്ച് തല അങ്ങനത്തെ പാർട്സുകൾ ഒരു 5-6 പീസ് ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചിട്ട് നാളെ ഒരു കുറുന്നനെ മുളകിടാം. അപ്പോൾ ഈ മോര് കറി മുളകിട്ടതും കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കില്ലേ. പിന്നെ സൈഡായിട്ട് എന്തെങ്കിലും ഒരു പപ്പടം വറുത്തതോ ഉപ്പേരി ആയി കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ലഞ്ച് കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ചോറ് അങ്ങനെ കഴിക്കാറില്ല. ഒരു കയ്യിലൊക്കെ കഴിച്ചു, അത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മീൻ ഇവിടെ നന്നാക്കി എടുക്കുകയാണ്. അതിലോട്ട് ഞാൻ അന്നത്തെ സെയിം മസാലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോ തന്നെ ഇതിലോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തു എന്ന് മാത്രം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ വെളിച്ചെണ്ണ, പിന്നെ വിനീഗർ ഇതെല്ലാം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ മീനായിട്ട് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാല പുരട്ടി വെക്കുക. അപ്പുറത്ത് ഞാൻ കഷ്ണങ്ങൾ, തല അങ്ങനത്തെ കഷ്ണങ്ങളും വെച്ചിട്ടുണ്ട്. അതിലും മസാല പുരട്ടിയാണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാളെ നമുക്ക് മുളകിടാമല്ലോ. അപ്പോൾ കുറച്ച് നേരം മസാല പിടിക്കാൻ അവിടെ ഇരുന്നോട്ടെ. പിന്നെ കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ഞാനിവിടെ പോയിട്ട് തുണികളൊക്കെ ഒന്ന് തോരയിടുന്നത് കേട്ടോ. 2ാമത്തെ വാശ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് കൊണ്ടുപോയി ഇട്ടു. 1ാമത്തെ ഉമ്മ തന്നെയാട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ചട്ടിയെടുത്ത് ഞാൻ അതിലോട്ട് അങ്ങോട്ട് വറുക്കാൻ വെച്ചു. ഇപ്രാവശ്യം ഞാൻ ചട്ടിയിൽ കുറച്ച് എണ്ണയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നിറയെ ആയിപ്പോയി എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, എല്ലാ മീനും വെച്ചിട്ട് നോക്കി ഇനി എണ്ണ വേണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇതിലോട്ട് എണ്ണയെ വേണ്ട കേട്ടോ. ഈ ചട്ടിയിൽ മീൻ വറുക്കാൻ ഭയങ്കര നമുക്ക് ചുട്ടെടുക്കാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി സംഭവം. ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാൻ അടിപൊളിയായിരിക്കും തോന്നുന്നു കേട്ടോ എനിക്ക്. അങ്ങനെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് ഇതിനെ അങ്ങ് പൊരിച്ചെടുക്കുകയാണ്. കാണുമ്പോൾ തന്നെ എന്തൊരു മൊഞ്ചാലേ. ഈ മീനൊക്കെ മാറ്റിയിട്ട് ഈ തവയിൽ ഇച്ചിരി ചോറിട്ടിട്ട് അങ്ങോട്ട് കുഴച്ച് കഴിച്ചിട്ടുണ്ടല്ലോ, സ്വർഗം മാമ സ്വർഗം. ഞാനിവിടെ ഡയറ്റ് എടുത്തിട്ട് നിങ്ങളെ കൊതിപ്പിക്കുക അല്ലേ. ഞാൻ ഇവിടെ ഡയറ്റ് എടുത്ത് വെയിറ്റ് കുറയും ചെയ്യുക, നിങ്ങളിതൊക്കെ കണ്ടിട്ട് കൊതിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് തടിക്കും ചെയ്യുക. ആഹാ എന്താ രസമല്ലേ, ഭയങ്കര അടിപൊളി കലാപരിപാടി. അങ്ങനെ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വെച്ചതിൻ്റെ ഇടയിൽ തന്നെ പോയി എല്ലാവിടെയും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വേസ്റ്റ് കൊട്ടാൻ ബാക്കിയുണ്ട്. അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. പിന്നെ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ. ഡെയിലി ഇങ്ങനെ കണ്ണിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് കണ്ണട വെച്ചിനാണോ ചോദിക്കുന്നത്. നന്നായി. അതുപോലെ എന്നോട് ഷുഗർ ഉണ്ടോയെന്ന്. ഞാൻ ഷുഗർ കട്ട് നടത്തിയത് ഷുഗർ ഉണ്ടായിട്ടല്ല, ഷുഗർ ഭാവിയിൽ വരാതിരിക്കാനും പിന്നെ ഷുഗർ കഴിച്ചുകൊണ്ട് ഷുഗർ വരണം എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ ഷുഗർ കഴിക്കുമ്പോൾ നമുക്ക് വേറെ പല അസുഖങ്ങളും വരും. അതുകൊണ്ട് ഞാൻ ചെറിയൊരു രീതിയിൽ ഷുഗർ കട്ട് എടുത്തു എന്ന് മാത്രം. ഞാൻ ഷുഗർ അഡിക്റ്റാണ് കേട്ടോ. എനിക്ക് മധുരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇപ്പം പ്രോട്ടീൻ നന്നായിട്ട് എടുക്കണോണ്ട് ആ ഒരു ക്രേവിങ്സ് ഭയങ്കര കുറവാണ് കേട്ടോ എനിക്ക്. അങ്ങനെ നമ്മുടെ ഏറെക്കുറെ നമ്മുടെ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞ് വരികയാണ്. അവിടേക്കൊന്ന് തുടച്ച് മീൻ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഷുഗറൊന്നുമില്ല, തൈറോയിഡ് ഉണ്ട്. അതിൻ്റെ ടാബ്ലറ്റ് എടുത്തുകൊണ്ടേ പോകുന്നുണ്ട് കേട്ടോ ഞാൻ.
പിന്നെ തൈറോയിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ഇതാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ആക്റ്റീവായിട്ട് ഇരിക്കുക. അതിനുള്ള യോഗ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാൻ അറിയെങ്കിൽ അങ്ങനെയൊക്കെ അങ്ങ് ചെയ്ത് പോവുക കേട്ടോ. അത്രയൊക്കെ തന്നെ ഉള്ളൂ. നമ്മളെ തന്നെ ബൂസ്റ്റ് ചെയ്ത് മേലോട്ട് കൊണ്ടുവരിക. അല്ലാണ്ട് വേറെ നിവൃത്തിയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. 20 മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് വേറെ ചെറിയൊരു ക്ലിപ്പും കൂടെ ഇടയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബും FBയും ഇൻസ്റ്റയും ഒക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ബൈ.